ത്രിയേക ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ തിരുവചനം യോഹന്നാൻ ശ്ലീഹ എഴുതിയ 2-ാം അധ്യായത്തിന്റെ 29-ാം തിരുവചനമാണ്. 29-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് യേശുവിനെ യോഹന്നാൻ സ്നാപകൻ കാണുമ്പോൾ പറയുന്നതാണ്. പിന്നീട് വേറൊരു അവസരത്തിലും 36-ാം തിരുവചനത്തിൽ യേശുവിനെ യോഹന്നാൻ സ്നാപകൻ കാണുമ്പോൾ വേറൊരു അവസരത്തിലും പറയുന്നുണ്ട്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. ഇത് നമുക്ക് വലിയൊരു സുവിശേഷമാണ്, രക്ഷയുടെ വലിയൊരു സുവിശേഷമാണ് ഇത് പറയുന്നത്. ലോകത്തിന്റെ പാപങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, അതാണ് യേശു. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി ബലിയാടാക്കുന്നത് കുഞ്ഞാടുകളെയാണ്. കുഞ്ഞാടുകളെ ബലിയാടാക്കി ആണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് കാണുന്നത്. നമ്മളിപ്പം അബ്രാഹത്തിന്റെ മനസ്സിലാക്കുന്നുണ്ട്, അബ്രാം ഇസഹാക്കിനെ ബലിയാടാക്കാൻ വേണ്ടിയിട്ട് കർത്താവ് പറയുന്നതും അബ്രാമിന്റെ വലിയൊരു വിശ്വാസം അവിടെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം പഴയ നിയമത്തിലെ പാപങ്ങളുടെ പരിഹാരത്തിന് കുഞ്ഞാടുകളെ ബലിയർപ്പിക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുന്നത് ദൈവത്തിന്റെ സ്വന്തം പുത്രനെ തന്നെ കുഞ്ഞാടായിട്ട് നമുക്ക് തരികയാണ്. നമ്മുടെ പാപങ്ങൾക്ക് എല്ലാം പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വന്തം പുത്രനെ ബലിയാടാക്കി അല്ലെങ്കിൽ കുരിശ് തറയ്ക്കാൻ യേശുവിനെ ദൈവം തരികയാണ് നമുക്ക്. അപ്പൊ നമ്മുടെ എല്ലാ പാപങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ ജഡീക മോഹങ്ങളും, ലോകത്തിലെ എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് ഒരാള് നമുക്ക് ഉണ്ട്. ഒരു വെള്ളിയാഴ്ച യേശു അതിക്രൂരമായിട്ട് അതികഠിനമായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയിട്ട്, എന്നിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയാണ്. ആ മരണത്തിന്റെ മേൽ വിജയം കൈവരിച്ചുകൊണ്ട് 3-ാം ദിവസം ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇന്നും ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. അപ്പൊ യേശുവിന്റെ കുരിശിൻ ചോട്ടിൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, നമ്മൾ അത് ആത്മപരിശോധന ചെയ്തുകൊണ്ട് ആ പാപങ്ങളെല്ലാം ദൈവത്തിന്റെ ആ കുരിശിൻ ചോട്ടിലോട്ട് നമ്മൾ സമർപ്പിച്ച് ദൈവത്തോട്, യേശുവിനോട് നമ്മൾ പ്രാർത്ഥിക്കുക. എന്റെ ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്റെ ഈ പാപങ്ങളെല്ലാം ഞാൻ ഈ കുരിശിൻ ചോട്ടിൽ അങ്ങ് സമർപ്പിക്കുകയാണ്. ഇതിനെ അങ്ങ് ഏറ്റെടുത്ത് ഞങ്ങളുടെ ഈ പഴയ മനുഷ്യനെ, ഈ പാപങ്ങൾ മൂടിയിരിക്കുന്ന ഈ മനുഷ്യനെ ഞങ്ങൾ മരണപ്പെട്ട് പുതിയൊരു മാനസാന്തരം ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെയും ഈ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് കഴിവുള്ളൊരു ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ മുറുക്കി പിടിക്കാം. ആമേൻ.